എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. വി ദ പീപ്പിൾ ഇന്ത്യൻ റിപ്പബ്ലിക് അറ്റ് 75 എന്ന വിഷയത്തിലാണ് നമ്മളോടൊപ്പം ശ്രീ സുനിൽ പി ഇളയിടം, സുനിൽ മാഷ് നമ്മളോടൊപ്പം ഉണ്ട്. ആമുഖം വളരെ ചുരുക്കി തന്നെ സൂചിപ്പിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെല്ലാവരും വളരെ വിശദമായി സുനിൽ മാഷുടെ സംസാരം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ, നമ്മുടെ സ്വാതന്ത്ര്യം 47-ൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഔപചാരികമായി ആ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ജനതയ്ക്ക് നിർവചിച്ച് നൽകുന്നതാണ് റിപ്പബ്ലിക് എന്നത്. ആ സ്വാതന്ത്ര്യം വൈദേശിക കൊളോണിയൽ ആധിപത്യത്തിൽ നിന്നുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിയൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ ഭൂപ്രഭുത്വത്തിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും എല്ലാം ചങ്ങലക്കെട്ടുകളിൽ നിന്നുകൂടി ഈ രാജ്യത്തെ ജനതയുടെ ഔപചാരികമായ മോചനം കൂടി ഉണ്ടാകുന്നതായിരുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് പ്രഖ്യാപനം എന്നത്. അവിടെ നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നാം ചർച്ച ചെയ്യപ്പെടുക ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ വിപുലീകരണത്തെക്കുറിച്ച്, അത് കൂടുതൽ ആളുകൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിനെക്കുറിച്ചുമെല്ലാമാണെങ്കിൽ, വർത്തമാനകാലത്ത് നാം അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും വായിച്ചിട്ടില്ലെങ്കിലും, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഭരണഘടനയോടൊപ്പം ചേർന്ന് നിൽക്കാൻ അതിൻ്റെ ആമുഖത്തിലെ ആദ്യവാചകമായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ എന്ന ചിന്ത മാത്രം നമുക്കുണ്ടായാൽ മതി. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചുള്ള, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള, ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ആദ്യവാചകം മാത്രം ഉണ്ടായാൽ മതി എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത. നമ്മൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഭരണഘടനയാണ്. ആ നമ്മളെ മാറ്റി തീർത്തുകൊണ്ട് ഇന്ന് ഒരു എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ് എന്നെല്ലാം പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിച്ച ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് ഒരു ആധിപത്യത്തിനും ഒരു ഏകാധിപത്യത്തിനും സ്ഥാനം കൊടുക്കാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്നുൾപ്പെടെ പറയുമ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത് ഒരു തരത്തിലും ആർക്കും ആധിപത്യം ഉണ്ടാക്കാൻ കഴിയാത്ത നിലയിലേക്ക്, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലാണെങ്കിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ നടക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആർക്കും ആധിപത്യം ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ, ഏകാധിപത്യത്തിനൊരു സാധ്യതയുമില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നു. അവിടെയെല്ലാം ഇപ്പോൾ ഭീഷണി നിലനിൽക്കുന്നു എന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75ാമത് വാർഷിക വേളയിൽ നാം എല്ലാവരും ഒത്തുചേരുന്നത്. ഈ റിപ്പബ്ലിക്കിൻ്റെ വിശാലതയെക്കുറിച്ച് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രീ സുനിൽ പി ഇളയിടമുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. ഏറെ സ്നേഹത്തോടെ മാഷെ ഈ റിപ്പബ്ലിക്കിൻ്റെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിൻ്റെ 75ാം വാർഷികത്തിലാണ് നാം ഇങ്ങനെ ഒത്തുചേർന്നിരുന്ന് സജീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ എത്രത്തോളം ബാക്കിയുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടുന്നത്.
വാസ്തവത്തിൽ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ എല്ലാം വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികളെക്കുറിച്ചോ അത് കൂടുതൽ ജനാധിപത്യപരമായി വികസിപ്പിക്കേണ്ടതിനെക്കുറിച്ചോ ആണ് അന്ന് ഞങ്ങൾ ധാരാളമായി വാദിക്കുകയും ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഒരു 3-4 പതിറ്റാണ്ടിനിപ്പുറത്തേക്ക് എത്തുമ്പോൾ നിലവിലുള്ള ഭരണഘടനാ മൂല്യങ്ങളെ നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൽ എത്രത്തോളം ഉറപ്പിച്ചെടുക്കാം എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠയായി തീർന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തേത്. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു നിയമസംഹിത, ഭരണഘടനയാകട്ടെ മറ്റേതെങ്കിലും ഒരു നിയമസംഹിതയാകട്ടെ, അതിന് ശാശ്വത സ്വഭാവമുണ്ട് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം മനുഷ്യവംശത്തിൻ്റെ നൈതികമായ ബോധ്യങ്ങൾ നീതിയെയും ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും ഒക്കെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നവീകരിക്കപ്പെടുന്നതിനനുസരിച്ച് ഭരണഘടനാ മൂല്യങ്ങളും നിയമസംവിധാനങ്ങളും കൂടുതൽ കൂടുതൽ വിപുലീകരിക്കപ്പെടുകയാണ് വേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ്. നിയമലംഘന പ്രസ്ഥാനം പ്രഖ്യാപിച്ച സമയത്ത് അന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന ആനി ബെസന്റ് നിയമലംഘനം എന്നതിനെ ഒരു സമരമാർഗമായി സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് ഗാന്ധിയോട് പറയുന്നുണ്ട്. ഗാന്ധി അതിന് മറുപടിയായി പറഞ്ഞൊരു കാര്യം, നിയമം അനുസരിക്കുക എന്നത് പൗരസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാകുന്നത് നിയമം നീതിപൂർണമായിരിക്കുന്നിടത്തോളം കാലമാണ്. നിയമം നീതിക്കെതിരാണെങ്കിൽ നിയമലംഘനമാണ് അടിസ്ഥാനപരമായി ശരിയായ സമരമാർഗം എന്നാണ്. ഇതൊരു പ്രധാനപ്പെട്ട പൊസിഷനാണ്. നിയമം ഒരു ശാശ്വത പ്രമാണമാണെന്ന് ഗാന്ധി കരുതുന്നില്ല. കാരണം നിയമത്തെ നിങ്ങൾ നീതി കൊണ്ട് നിരന്തരമായി നവീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭരണഘടന എന്നത് 75 വർഷമോ 76 വർഷമോ മുമ്പ് നിലവിൽ വരികയും അങ്ങനെ നിലവിൽ വന്ന ഭരണഘടന കാലങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ വിപുലമായ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ, പൗരാവകാശത്തിൻ്റെ, ലിംഗസമത്വത്തിൻ്റെ, സാമൂഹ്യ നീതിയുടെ, സമത്വത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് വികസിക്കുകയും ചെയ്യുക എന്നതാണ് ചരിത്രത്തിൻ്റെ സ്വാഭാവിക ഗതിയായി നാം മനസ്സിലാക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ റിപ്പബ്ലിക്കായി, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറിത്തീർന്നതിൻ്റെ 75ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്വേഷം നിറഞ്ഞ സമൂഹങ്ങളിലൊന്നായിട്ട് നമ്മുടെ രാജ്യം മാറിത്തീരുകയും ഭരണഘടനാ തത്വങ്ങളും റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ഒരു ഭാഗത്ത് നിലനിൽക്കെ തന്നെ മറുഭാഗത്ത് അവയെ ലംഘിക്കാൻ ഭരണകൂടം മുതൽ കോടതികൾക്ക് വരെ പ്രത്യേകിച്ച് മടിയൊന്നുമില്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നാം കാണുന്നു. ഇത് നമ്മുടെ റിപ്പബ്ലിക്ക് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും ഒടുവിലെ ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ ഇതിലേക്ക് വരാം. 1990കളിൽ ബാബറി മസ്ജിദ് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നു വന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ ആ സ്ഥിതിയിൽ ഇനി അങ്ങോട്ട് ഒരു മാറ്റവും വരുത്തിക്കൂടാ, ബാബറി പള്ളിയുടെ കാര്യത്തിലൊഴികെ. കാരണം ബാബറി പള്ളി അപ്പോഴേക്കും വലിയ ചർച്ചാ വിഷയമായി, വലിയ രാഷ്ട്രീയ തർക്കമായി പലതരം കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മറ്റൊന്നും ഇനി യാതൊരു മാറ്റവും വരുത്തിക്കൂടാ എന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുകയും നിയമമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തത് 90കളുടെ തുടക്കത്തിലാണ്. ആ നിയമം നിലനിൽക്കെ തന്നെയാണ് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ എത്രയോ ആരാധനാലയങ്ങൾ കുത്തിക്കിളച്ച് നോക്കാനും അതിനുള്ളിലൊക്കെ വിഗ്രഹങ്ങൾ സ്വയംഭൂവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആരായാനും അല്ലെങ്കിൽ ഇത് പണ്ട് ഏത് അമ്പലമായിരുന്നു എന്ന് പരിശോധിക്കാനും വേണ്ടിയുള്ള ഹർജികൾ കോടതികളിൽ എത്തുകയും ആ ഹർജികളൊക്കെ നമ്മുടെ കോടതികൾ തന്നെ വകവെച്ച് കൊടുക്കുകയും ചെയ്തത്. ഇത് ചെയ്യരുത് എന്ന നിയമം നിലനിൽക്കെ തന്നെ ചെയ്യാൻ അനുവദിക്കുന്ന കോടതി, അതിന് അപ്പീൽ നൽകുമ്പോൾ അപ്പീൽ തള്ളുന്ന കോടതി, അതിന് അന്തിമമായ അംഗീകാരം നൽകുന്ന കോടതിയുടെ പരമോന്നത സംവിധാനങ്ങൾ, ഇവിടേക്ക് നമ്മൾ എത്തുന്നു. ഇങ്ങനെ ഒരു രാജ്യമെന്നത് അത് രൂപപ്പെടുത്തിയ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ വലിയ തോതിൽ കൈയൊഴിയുന്ന, പടിപടിയായി ഭരണഘടനാപരമായി തന്നെ ഭരണഘടനയെ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുന്നു. ജനാധിപത്യം നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഔപചാരിക യുക്തിയായി നാം സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ജനാധിപത്യമെന്ന് പറയേണ്ടത്? 1949 നവംബർ 26 ഭരണഘടനയുടെ കരട് ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടത്.
ഇന്ത്യ റിപ്പബ്ലിക് ആയത് പക്ഷേ 950 ജനുവരി 26-നാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ 2 മാസത്തെ കാലതാമസം യാദൃച്ഛികമായിട്ട് വന്നതല്ല. ആ കാലതാമസത്തിൻ്റെ ഒരു കാരണം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് പ്രമേയമായി അംഗീകരിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപനത്തിലൂടെ മുമ്പോട്ട് വച്ചതിൻ്റെ 20-ാം വാർഷികമാണ് വാസ്തവത്തിൽ 950 ജനുവരി 26. സവിശേഷമായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യ. അതല്ലാതെ ചിരപുരാതനമായി നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരല്ല. മറിച്ച് ആ ഭൂപ്രദേശത്ത് വസിക്കുന്ന ജനങ്ങൾ, അവരുടെ ആവാസ രീതി, അവർ തമ്മിലുള്ള ബന്ധം, അതിനിടയിൽ ഉണ്ടാകേണ്ടുന്ന മൂല്യബോധം, ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നൊരു സംജ്ഞയായി ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് നിർവചിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത്. നമ്മൾ ഇത് വളരെ സവിശേഷമായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പടവിലും വാസ്തവത്തിൽ ദേശീയത എന്ന ആശയവും എങ്ങനെയാണ് ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ ഭാവന ചെയ്യപ്പെടുന്നത് എന്നതും പരിവർത്തനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇതേക്കുറിച്ച് വളരെ ആഴത്തിൽ ആലോചിച്ച ഇന്ത്യയിലെ വലിയ സാമൂഹ്യ ചരിത്രകാരൻ കൂടിയായിരുന്ന ഡോക്ടർ AR ദേശായി ഇന്ത്യൻ ദേശീയതയുടെ പല ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഏതാണ്ട് 920-കൾ വരെയുള്ള ആദ്യത്തെ 3 ഘട്ടങ്ങളിലും ഇന്ത്യൻ ദേശീയത അടിസ്ഥാനപരമായി മതപരമായ യുക്തികൾക്കുള്ളിലും മതപരമായ രാഷ്ട്രസങ്കല്പത്തിനുള്ളിലുമാണ് നിലനിന്നിരുന്നത്. 1860-കളിലും 70-കളിലുമൊക്കെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് ആധുനികമായ രാഷ്ട്രബോധത്തിലേക്ക് പടിപടിയായി കടന്നു വന്ന ഇന്ത്യയിലെ മധ്യവർഗം, ഉപരിവർഗ വിഭാഗങ്ങൾ തങ്ങളുടെ ഒരു രാഷ്ട്രീയ ആശയം എന്ന നിലയ്ക്കാണ് ദേശീയതയെ ആദ്യമായി ഉൾക്കൊള്ളാൻ തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്ത വിഭാഗം ബ്രിട്ടീഷ് നികുതി നയങ്ങളുമായുള്ള തങ്ങളുടെ തർക്കത്തെ മുൻനിർത്തി ദേശീയത എന്ന ആശയത്തെ തങ്ങളുടെ സാമ്പത്തിക യുക്തിയുമായി ബന്ധിപ്പിക്കുകയും ഒരു സാമൂഹ്യ വിഭാഗം എന്ന നിലയിൽ ഇന്ത്യയിലെ മർക്കൻഡൈൽ ബൂർഷ്വാസി ദേശീയതയുടെ യുക്തികളെ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. 19-ാം നൂറ്റാണ്ടിൽ നാം മുഖ്യമായും കാണുന്നത് ഈ 2 വീക്ഷണഗതികളാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 പതിറ്റാണ്ടുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വദേശി പ്രസ്ഥാനം ഉയർന്നു വന്നു. 1905-ലെ ബംഗാൾ വിഭജനം വന്നു. ദേശീയ പ്രസ്ഥാനത്തിലെ വലിയ നേതാക്കൾ ഉയർന്നു വരികയും ദേശീയത എന്നത് ന്യൂനപക്ഷത്തിൻ്റെ ലഘുവായ ആശയലോകമെന്നോ അല്ലെങ്കിൽ വാണിജ്യ മുതലാളിത്തത്തിൻ്റെ സവിശേഷമായ ചില സാമ്പത്തിക താല്പര്യങ്ങൾ എന്നതിൽ നിന്നോ പുറത്തു കടന്ന് ഇന്ത്യൻ ജനതയെ ആകമാനം ആവേശം കൊള്ളിക്കുന്ന ഒരു വൈകാരിക ശക്തിയായി ഇന്ത്യൻ ദേശീയത 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ പരിണമിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിണാമ പ്രക്രിയയിൽ സംഭവിച്ച സുപ്രധാനമായ ഒരു പോരായ്മ അല്ലെങ്കിൽ അന്നത്തെ ഒരു അടിസ്ഥാന സ്വഭാവം അതിന്നും തുടരുന്നു. ഒരുപക്ഷെ ഇന്ന് അതിനേക്കാൾ ശക്തമായി തുടരുന്നു. അത് ദേശീയത മതപരമായാണ് നിർവചിക്കപ്പെട്ടത് എന്ന കാര്യമാണ്. ഈ മതപരമായ ദേശീയതാ സങ്കല്പത്തിൻ്റെ സമുന്നതമായ പ്രാതിനിധ്യമായിരുന്നു ബാലഗംഗാധര തിലകൻ്റേത്. ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാനപരമായി നവീകരിക്കുക എന്ന എല്ലാത്തരം ശ്രമങ്ങൾക്കും എതിര് നിന്നൊരാളാണ്. അദ്ദേഹം യാഥാസ്ഥിതികത്വത്തെ ഉറപ്പിച്ചു നിർത്തുകയും ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന് വാദിച്ചുറപ്പിക്കുകയും മറ്റെല്ലാം പിന്നീടേക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് കരുതുകയും ചെയ്ത ഒരാളാണ്. അയിത്തോച്ചാടന ശ്രമങ്ങൾക്ക് അദ്ദേഹം എതിരായിരുന്നു. വിധവാ വിവാഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം എതിരായിരുന്നു. ബാല്യവിവാഹ വിവാഹത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു. നവോത്ഥാനപരമായി നടന്ന എല്ലാ ശ്രമങ്ങളോടും രാഷ്ട്രീയമായി തന്നെ എതിരിട്ട് നിന്ന ഒരാളായിരുന്നു ബാലഗംഗാധര തിലകൻ. ഏറിയും കുറഞ്ഞും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഈ യുക്തി പൊതുവെ പങ്കുപറ്റിയിരുന്നു. അത് ലാലാ ലജ്പത് റായോ ബിപിൻ ചന്ദ്രപാലോ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്രനോ അരവിന്ദോ ഘോഷോ രാംപ്രസാദ് ബിസ്മിലോ പോലെയുള്ള മുഴുവൻ നേതൃവൃന്ദത്തെ നോക്കിയാലും ഏറിയും കുറഞ്ഞും രാഷ്ട്രത്തെ മതാത്മകമായി നിർവചിക്കുന്ന ഒരു യുക്തി അന്ന് വളരെ പ്രബലമായിരുന്നു. ഇന്ത്യക്കകത്ത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ മതപരമായ ഒരു വിഭാഗീയതയെ രൂപപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്നായിട്ട് ഇത് മാറിത്തീരുകയും ചെയ്തു. സർ സയ്യദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ വിദ്യാഭ്യാസം നേടി ആധുനികതയിലേക്ക് പ്രവേശിക്കാനാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ശ്രമിക്കേണ്ടത്, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാനല്ല എന്നൊരു നിലപാടെടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പരിണമിച്ചെത്തുന്നത് ദേശീയതയുടെ ഉള്ള അടരിൽ അതിപ്രബലമായി നിന്നിരുന്ന ഈ മതാത്മക യുക്തിയാണ്. ഈ മതാത്മക യുക്തിയെ മറികടക്കുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ജനകീയ ബോധം
രൂപപ്പെടുത്തിയെടുത്തു എന്നതാണ് വാസ്തവത്തിൽ 1920-കൾ മുതലുള്ള നൂറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയതയുടെ ഉള്ളടക്കത്തിൽ വന്ന നിർണായകമായ വ്യത്യാസം. ആ മാറ്റത്തിൻ്റെ കേന്ദ്രബിംബമായിരുന്നു എന്നതാണ് ഗാന്ധിയുടെ മൗലികമായ രാഷ്ട്രീയ പ്രാധാന്യം. ഗാന്ധിയെ വെടിവെച്ച് കൊന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മതപരമായ വീക്ഷണങ്ങളോ മറ്റോ ഒന്നുമല്ല. ഒരു മതരാഷ്ട്രപരമായ യുക്തിയെ അസാധ്യമാക്കുന്ന മട്ടിൽ അദ്ദേഹം എടുത്ത അതിനിശിതമായ നിലപാടുകളാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ, നാം ഇന്ന് കാണുന്ന ഭരണഘടനാ സങ്കല്പത്തെ, ആ ഭരണഘടന വഴി വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്ര സ്വരൂപത്തെ ഒക്കെ സാധ്യമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത്. ഗാന്ധി 1915 ജനുവരിയിലാണ് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുകയും ഈ സഞ്ചാരത്തിൻ്റെ ഭാഗമായി പുതിയൊരു രാഷ്ട്രീയ ആശയം മുമ്പോട്ട് വയ്ക്കുകയും 1917 ഇന്ത്യ ചരിത്രത്തിലെ വളരെ സവിശേഷമായൊരു പുതിയ സമരം ആരംഭിക്കുകയും ചെയ്തു. ആ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്നൊന്നുമല്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ മുദ്രാവാക്യം കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതായിരുന്നു. അത് പുതിയൊരു കാര്യമാണ്. കാരണം അതുവരെ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ യാതൊരു ഏജൻസിയും ഇല്ലാതെ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കൃമികീടങ്ങളെപ്പോലെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന കോടാനുകോടി മനുഷ്യരുടെ അവകാശാധികാരങ്ങളാണ് ഈ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നതിലേക്കുള്ള ദേശീയ സങ്കല്പത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ആരംഭമാണ് വാസ്തവത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് പറയുന്നുണ്ട്. അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്നത് ഗാന്ധി കൊണ്ടുവന്ന വലിയ മാറ്റമാണ്. ആ സമരത്തിൻ്റെ ആരംഭസ്ഥാനമായിരുന്നു ചമ്പാരൻ. പിന്നീട് ഇന്ത്യയിലെ നാനാതരത്തിലുള്ള ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. കർഷകരുടേത്, തൊഴിലാളികളുടേത്, വിദ്യാർത്ഥികളുടേത്, യുവാക്കളുടേത്, ഗ്രാമീണരായ മനുഷ്യരുടേത്, സ്വാശ്രയത്തിൻ്റേത് ഒക്കെയായ നാനാതരം പ്രശ്നങ്ങൾ ഉയർന്നു വരികയും അംബേദ്കറുമായുള്ള തൻ്റെ നിർണായകമായ സംഘർഷങ്ങൾക്ക് ശേഷം 1930-കൾ മുതൽ ഐത്തോച്ചാടനം എന്നതും ദേശീയതയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യപരിപാടിയായി ഗാന്ധി ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹം ഏറ്റെടുത്ത നിലയിൽ അത് മതിയായിരുന്നോ എന്ന ചോദ്യം അംബേദ്കർ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കപ്പെട്ടു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗാന്ധിക്ക് നേരെയുള്ള ആദ്യത്തെ വധശ്രമം 1935 പൂനെയിൽ വെച്ച് നടക്കുന്നതും വാസ്തവത്തിൽ ഐത്തത്തിനെതിരെയുള്ള ഗാന്ധിയുടെ നിലപാടും അത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിനകത്തുണ്ടാക്കിയ വലിയ ക്ഷോഭങ്ങളും ചേർന്നാണ്. ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ബോംബെറിയുന്നുണ്ടെന്ന്, ആ കാറ് കത്തി നശിച്ചു പോകുന്നുണ്ട്. ഗാന്ധി മറ്റൊരു കാറിലാണ് അന്ന് വന്നത്, യാദൃച്ഛികമായി വന്നത് എന്നതുകൊണ്ടാണ് അദ്ദേഹം അന്ന് കൊല്ലപ്പെടാതിരുന്നത്. ഇങ്ങനെ ആധുനിക ഇന്ത്യയുടെ രൂപപ്പെടലിൻ്റെ രാഷ്ട്രസ്വരൂപത്തിൻ്റെ ആധാരം എന്ന് പറയുന്ന ഒരടിസ്ഥാന തത്വം അന്ന് ദേശീയതയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. ദേശീയത എന്നത് പഴശ്ശിരാജാവോ ഝാൻസി റാണിയോ അല്ലെങ്കിൽ വേലുത്തമ്പിയോ താന്തിയാത്തോപ്പിയോ പോലെ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ അവശിഷ്ടാധികാരങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വലിയ പോരാളികളുടെ അവകാശവാദമല്ല, മറിച്ച് ദേശീയത എന്നത് ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന സാധാരണ മനുഷ്യരുടെ അവകാശമാണ്, അവരുടെ സ്വാശ്രയമാണ്, അവരുടെ സ്വാധികാരമാണ്. ഈ തത്വമാണ് വാസ്തവത്തിൽ വി ദ പീപ്പിൾ എന്നതിലേക്ക് എത്തിച്ചേർന്നത്. എന്താണ് ഈ രാജ്യം എന്ന ചോദ്യത്തിന് അത് വേലുത്തമ്പിക്ക് തിരിച്ചു കിട്ടുന്ന അവകാശമല്ല, അത് പഴശ്ശിരാജാവിന് തിരിച്ചു കിട്ടുന്ന അവകാശമല്ല, അവസാനത്തെ മനുഷ്യനും കൈവരുന്ന സ്വാധികാരത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്ന ആശയത്തിലേക്ക് അത് വഴിതിരിഞ്ഞു വന്നു. ഈ വഴിത്തിരിവിനെ രൂപപ്പെടുത്താൻ പാകത്തിന് നാനാതരത്തിലുള്ള പുതിയ സാമൂഹ്യ ശക്തികൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടരിലേക്ക് കയറി വരുന്നു. കർഷകർ വരുന്നു, തൊഴിലാളികളും യുവാക്കളും സ്ത്രീകളും നാനാതരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളും വരുന്നു. ഇതിൻ്റെ എല്ലാം കേന്ദ്രമായി ഗാന്ധി ഒറ്റയ്ക്ക് നിന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിശ്ചയമായിട്ടും കർഷക പ്രസ്ഥാനങ്ങളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇടതുപക്ഷ വിഭാഗമുണ്ട്. പക്ഷെ ഇവരെല്ലാം അടിസ്ഥാനപരമായി ദേശീയതയെക്കുറിച്ച് 20-കൾ വരെ നിലനിന്നിരുന്ന മതാത്മക യുക്തിയെ നിരസിച്ചു. മതം കൊണ്ട് നിർവചിക്കാവുന്ന, മതത്തിൻ്റെ മറപറ്റി നിൽക്കുന്ന സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ട് നിർവചിക്കാവുന്ന, അതിൻ്റെ പൗരാണിക പാരമ്പര്യ സങ്കല്പങ്ങൾ കൊണ്ട് നിർവചിക്കാവുന്ന ഒന്നല്ല ഇന്ത്യ എന്നത് 1950 ജനുവരി 26 പ്രഖ്യാപിക്കപ്പെട്ട റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്.
അതുകൊണ്ട് ഇന്ത്യയാണോ ഭാരതമാണോ ഈ രാജ്യത്തിൻ്റെ പേരാവേണ്ടത് എന്ന ചർച്ച ഏതാണ്ട് 1.5 ദിവസം ഭരണഘടനാ അസംബ്ലിയിൽ നടന്നതിന് ശേഷം ഈ വാക്കുകളുടെ സഞ്ചാരപഥങ്ങളൊക്കെ അതിവിപുലമായി ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് തീരുമാനിക്കപ്പെട്ടത്. ഇന്ത്യ അതായത് ഭാരതം. അതിൻ്റെ തൊട്ടു പിന്നാലെ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് നിശ്ചയമായും സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിരിക്കും. നേരത്തെ സജീഷ് ഇവിടെ പറഞ്ഞതുപോലെ ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ജനത, ഒരൊറ്റ ഭാഷ, ഒരൊറ്റ സംസ്കാരം, ഒരൊറ്റ പാർട്ടി എന്നിങ്ങനെ ഏകതയുടെ മറപറ്റിയെത്തുന്ന എല്ലാ തരത്തിലുള്ള അധിനിവേശ താല്പര്യങ്ങളെയും ഫാഷിസ്റ്റ് ഊന്നലുകളെയും ചെറുക്കാൻ പോന്ന മട്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ അതിൻ്റെ ബഹുത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. പല ഭാഷകളായി, പല മതങ്ങളായി, പല ജീവിതക്രമങ്ങളായി, പല നരവംശ പ്രകൃതങ്ങളായി അവർ തമ്മിൽ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയമായ ഏകതാബോധത്താൽ നിലവിൽ വരുന്ന ഒന്നാണ് ഈ രാജ്യം. അതല്ലാതെ ചിരപുരാതനമായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പിൽക്കാല തുടർച്ചയല്ല. 5000 കൊല്ലമായി നിലനിൽക്കുന്നു എന്ന് ബെഡായി പറയുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇങ്ങേ തലപ്പിൻ്റെ പേരല്ല ഇന്ത്യ എന്നത്. മറിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് ആ സമരത്തിലൂടെ രൂപപ്പെട്ടു വന്ന ജനകീയമായ ഐക്യവും അത് നൽകിയ രാഷ്ട്രീയ ബോധ്യവുമാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ആധാരശില എന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് 930 ജനുവരി 26 ഓർമ്മയിൽ 950 ജനുവരി 26 ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത്. ഞാൻ പറഞ്ഞു വന്നത് ഈ 950 ജനുവരി 26 എന്ന് പറയുന്നത് ഏതോ കാലത്ത് ആരംഭിച്ച ഹിന്ദുത്വ ശക്തികളുടെ സങ്കല്പം അനുസരിച്ചാണെങ്കിൽ 12ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റ് ആരംഭിച്ച കാലം മുതൽ അധിനിവേശമുണ്ട്. അതുകൊണ്ട് അന്ന് മുതലുള്ള എല്ലാ പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർ കരുതുന്നു. കാരണം അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പഴശ്ശിരാജയ്ക്കോ താന്തിയാത്തോപ്പിക്കോ ഝാൻസി റാണിക്കോ ഒക്കെ തിരിച്ചു കിട്ടുന്ന മധ്യകാല നാടുവാഴുത്തത്തിൻ്റെയോ രാജാധികാരത്തെയോ അവർ സ്വാതന്ത്ര്യമായി കാണുന്നു. ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യമായി കണ്ടത് അവസാനത്തെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയാണ്. അന്ത്യജൻ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധി ഡൽഹിയിലില്ല, ഗാന്ധി ബേലിയാഘട്ടിലാണ്. കൽക്കട്ടയിലെ ഒരു വിദൂര പ്രദേശത്ത് ബേലിയാഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈഡ്രി മൻസിൽ എന്നു പേരായ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു മുറിയിൽ അദ്ദേഹം താമസിക്കുന്നു. അദ്ദേഹത്തോട് പത്രക്കാർ അന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള അങ്ങയുടെ സന്ദേശം? ഗാന്ധി പറഞ്ഞ ഒറ്റ വാക്യത്തിൽ പറഞ്ഞ കാര്യം, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊപ്പുക, ഇതാണ് ഭരണകൂടം, അവരുടെയാണ് രാഷ്ട്രം. വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതും ഒരു റിപ്പബ്ലിക്കിലേക്കുള്ള അതിൻ്റെ സഞ്ചാരം ആരംഭിക്കുന്നതും വളരെ സങ്കീർണമായ സ്ഥിതിയിലാണ്. 46 ഡിസംബർ 9 മുതൽ 49 നവംബർ 26 വരെ ഏതാണ്ട് 3 വർഷത്തിന് 2 ആഴ്ച കുറവ് കാലമാണ് ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ചത്. ഈ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയും റിപ്പബ്ലിക്കിൻ്റെ ആധാര സങ്കല്പങ്ങളും രൂപപ്പെടുമ്പോൾ ലോകത്തൊരു രാജ്യവും ഭരണഘടനാ നിർമ്മാണ വേളയിൽ നേരിട്ടിട്ടില്ലാത്ത ഭീമാകാരമായ പ്രതിസന്ധികളെ ഇന്ത്യ നേരിടുകയുണ്ടായി. ആ കാലത്ത് ഇന്ത്യ 2ആയി പിളർന്നു. പാകിസ്ഥാൻ എന്നൊരു രാജ്യം അപ്പുറത്തും ഇന്ത്യ എന്നൊരു രാജ്യം ഇപ്പുറത്തും വന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പലായനങ്ങൾ, വംശീയമായ കൂട്ടക്കൊല ഇന്ത്യയിൽ ഈ കാലത്ത് അരങ്ങേറി. ഇതേ കാലത്ത് തന്നെ ഗാന്ധി കൊല ചെയ്യപ്പെട്ടു. ഡൽഹിയും പഞ്ചാബും ലാഹോറും ഇന്ത്യയിലെ പല പ്രദേശങ്ങളും കൂട്ടക്കൊലകളുടെ അരങ്ങായി തീർന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉറപ്പിക്കപ്പെട്ടു. ആ തത്വങ്ങളിൽ ഒരിടത്തും അന്നരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെയോ വിഭജനത്തിൻ്റെയോ വർഗീയതയുടെയോ മുദ്ര പതിയാതെ ഒരാധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ നമ്മുടെ ഭരണഘടന സ്വാംശീകരിച്ചു. ഈ വിഭജനത്തിൻ്റെ നടുവിലിരുന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ആലോചനകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. പൗരത്വം നിർവചിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു മാനദണ്ഡമായി മതം മാറിക്കൂടാ എന്ന അക്കാലത്ത് തന്നെ തീരുമാനിക്കപ്പെട്ടു. പിന്നീട് അത് ഭരണഘടനയ്ക്കകത്ത് പുറത്ത് പൗരത്വത്തിൻ്റെ നിയമാവലിയായി 55ഓടെ പാർലമെൻറ്റ് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അന്നൊരു വലിയ തർക്കം വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവർ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അല്പകാലം കഴിഞ്ഞ് മടങ്ങി വന്നവർക്ക് പൗരത്വം നൽകണമോ വേണ്ടയോ എന്ന ചോദ്യം. അങ്ങനെ നൽകിക്കൂടാ എന്ന് വാദിക്കപ്പെട്ടു. പക്ഷേ ആ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നവരാരാകട്ടെ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ മടങ്ങി വരുന്ന മുഴുവൻ ആളുകൾക്കും പൗരത്വം എന്ന
അടിസ്ഥാനപരമായ മതനിരപേക്ഷ തത്വത്തിലാണ് നമ്മുടെ ഭരണഘടന പൗരത്വ സങ്കല്പത്തെ ഉറപ്പിച്ചെടുത്തത്. ഇങ്ങനെ എത്രയോ തലങ്ങളിൽ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെയോ രാജാധികാരത്തിൻ്റെയോ ഒരടയാളത്തെയും അവശേഷിപ്പിക്കാതെ മധ്യകാലമോ പ്രാചീന ഇന്ത്യയോ ജന്മം നൽകിയ ജാതിമൂല്യങ്ങളെ, ബ്രാഹ്മണ്യത്തെ സമ്പൂർണമായി ഭരണഘടനാ തത്വങ്ങളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് നമ്മുടെ ഭരണ ഭരണഘടനാ തത്വങ്ങൾ നിലവിൽ വന്നത്. 49 നവംബർ 26 ഭരണഘടന നിലവിൽ വന്ന് 3 ദിവസത്തിനുള്ളിൽ RSSന്റെ മുഖപത്രം ഓർഗനൈസർ ഭരണഘടനയ്ക്കെതിരെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, ചിരപുരാതനമായ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ അതിലെവിടെയും മാനിക്കപ്പെടുന്നില്ല എന്നതായിരുന്നു. വാസ്തവത്തിൽ അത് ശരിയാണ്. ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങളെന്ന് ഹിന്ദുത്വ ശക്തികൾ കരുതുന്നത് മനുസ്മൃതി മുമ്പോട്ട് വച്ച ജീവിത മൂല്യങ്ങളാണ്. അതിൻ്റെ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയാണ്, അതിൻ്റെ തട്ടുതിരിയലാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യരെ തമ്മിൽ വേർപിരിക്കുന്നതിൻ്റെ ഏറ്റവും മാരകവും പൈശാചികവുമായ സാമൂഹ്യ രൂപമായി നിലവിൽ വന്ന ജാതിയെ കുറ്റകൃത്യമായിട്ടും അതിൻ്റെ നടപ്പാക്കലിനെ, ജാതിയല്ല ഐത്താചരണത്തെ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ടുകൂടിയാണ് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇങ്ങനെ പ്രാചീനമായ അടിത്തറകളിൽ വേരാഴ്ത്തി നിൽക്കുന്ന അസമത്വത്തിൻ്റെ ഘടകങ്ങളെ കഴിയുന്നത്ര അകമേ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടും കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ത് എന്ന് നിർവചിച്ചുകൊണ്ടും 2 തരത്തിലുള്ള പരിവർത്തന യുക്തികളെ സ്വാംശീകരിച്ച ഒന്നായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതും അത് റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തത്. 2 തരത്തിലുള്ള പരിവർത്തന സന്ദേശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലുണ്ട് എന്ന് പറയാം. ഒന്ന്, കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് വരുന്ന ഒരു ജനത എങ്ങനെയാണ് തങ്ങളെ സ്വയം നിർവചിക്കുന്നത്, പൗരത്വത്തിൻ്റെ നിർവചന സമ്പ്രദായം എന്താണ് മൗലിക അവകാശങ്ങൾ, എന്തൊക്കെയാണ് ഉത്തരവാദിത്വങ്ങൾ എന്നിങ്ങനെ സ്റ്റേറ്റിൻ്റെ സ്വഭാവ നിർവചനം നടത്തുക. താരതമ്യേന ലോകത്തെ മിക്കവാറും എല്ലാ ഭരണഘടനകളും ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റേറ്റിൻ്റെ സ്വഭാവ നിർവചനം നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപാദിക്കുക എന്നതാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടന അവിടെ അവസാനിക്കുന്നില്ല. അത് ഭരണകൂടത്തിൻ്റെ സ്വഭാവ നിർവചനത്തിനപ്പുറം എങ്ങനെയാണ് ഇനി ഇന്ത്യ പരിണമിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധാരാളം സൂചനകൾ കൂടി നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഐത്താചരണം കുറ്റകരമാണെന്നോ ജാതിയുടെയും മറ്റും പേരിലുള്ള നിർബന്ധിതമായ തൊഴിലവസരങ്ങൾ കുറ്റമാണെന്നോ ഒക്കെയുള്ള നിരീക്ഷണങ്ങളും വകുപ്പുകളും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔപചാരികമായ ഒരു രാഷ്ട്രസ്വരൂപത്തെ നിർവചിക്കുക എന്നതിനപ്പുറം ഭാവിയിൽ ഇതെങ്ങനെയാണ് ഈ സമൂഹം രൂപാന്തരപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മൗലികമായ ഉൾക്കാഴ്ചകൾ കൂടി വാസ്തവത്തിൽ നമ്മുടെ റിപ്പബ്ലിക് എന്ന സങ്കല്പത്തിനുള്ളിലുണ്ട്. അതല്ലാതെ കൈവന്ന സ്വാതന്ത്ര്യത്തെ ചിരസ്ഥായിയായി കരുതി സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സന്ദർഭത്തിൽ ഈ സമൂഹം എന്താണോ അതുപോലെ എല്ലാ കാലത്തും തുടരുക എന്ന തത്വമേ ആയിരുന്നില്ല വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആധാര സങ്കല്പം. അകമേ പരിണമിക്കണം. ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നതുപോലെ ഇന്ത്യ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് കൂടുതലായി നീങ്ങുകയും വേണം. വാസ്തവത്തിൽ അംബേദ്കറെ പോലൊരാൾ ഇന്ത്യൻ ഭരണഘടനയുടെയും ആധുനിക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തിൻ്റെയും കേന്ദ്രബിംബങ്ങളിൽ ഒന്നായി തീരുന്നത് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ സാമൂഹിക സ്വാതന്ത്ര്യം എന്ന ഘടകത്തെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് തദ്ദേശീയ ജനതയ്ക്ക് കൈവരുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യരെ സ്വാധികാരമില്ലാത്ത അടിമ ജീവിതങ്ങളിലേക്ക് തള്ളി മാറ്റുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അതിനെയാണ് സാമൂഹിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിരർത്ഥകമായിരിക്കും എന്നതാണ് വാസ്തവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മൗലികമായ ഒരു സവിശേഷത. ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ അന്ന് 49 നവംബർ 25 ഭരണഘടനയുടെ കരട് അംഗീകരിക്കുന്നതിൻ്റെ തലേന്ന് നടത്തിയ സമാപന പ്രസംഗത്തിൽ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത്, നമ്മൾ ഇനി അങ്ങോട്ടൊരു പുതിയ വ്യവസ്ഥയിലേക്ക് ചുവടുവയ്ക്കുകയാണ്. എല്ലാവർക്കും എല്ലാ വോട്ടിനും ഒരേ മൂല്യവുമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം നിലവിൽ വരുന്നു.
പക്ഷേ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഇനിയും നമുക്ക് എത്രയോ ദൂരം ബാക്കിയുണ്ട്. വേർ വൺ മാൻ വൺ നോട്ട് ബട്ട് വൺ മാൻ വൺ വാല്യൂ ആകുന്നില്ല. എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ളൊരു സംവിധാനം എന്നതാണ് ഈ ഭരണഘടനയുടെ അന്തിമമായ താല്പര്യം. അദ്ദേഹം അന്നത് പറയുന്നുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം വളരെ പ്രയാസപ്പെട്ട് പണിതുയർത്തുന്ന ഈ എടുപ്പുകളൊക്കെ കാലാന്തരത്തിൽ തകർന്നടിയും, അത് ഉപേക്ഷിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം, വൺ മാൻ വൺ നോട്ട് എന്നത് ഔപചാരികമായി നിലനിൽക്കുന്നു എങ്കിലും ആ തെരഞ്ഞെടുപ്പുകൾ തന്നെ വാസ്തവത്തിൽ അംബേദ്കർ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ച മാരകമായൊരു വിപത്തിൻ്റെ സ്വഭാവത്തെ കൂടുതൽ തെളിയിക്കുന്നുണ്ട്. അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളിയായി അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചത് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് പകരം വയ്ക്കാനുള്ളൊരു സാധ്യത ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട് എന്നതാണ്. കാരണം ജനാധിപത്യം കേവലമായ ഭൂരിപക്ഷ യുക്തി മാത്രമായി നിന്നാൽ ജനാധിപത്യം നിലനിൽക്കില്ല. ആ ജനാധിപത്യത്തിൽ ഫാഷിസം നിലീനമാണ്. മറിച്ച് ജനാധിപത്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് എ ഫോം ഓഫ് ഗവൺമെൻറ്, ഇറ്റ്സ് ഫോം ഓഫ് ലിവിങ്. ഒരു ഭരണകൂട രീതിയല്ല, ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ രീതിയല്ല, മറിച്ചൊരു ജീവിത രീതിയാണ്. എന്താണ് ആ ജീവിത രീതിയുടെ ആധാരം? റെസ്പെക്ട് ഫോർ ദ ഫെല്ലോ ബീയിങ്. തന്നോടൊപ്പം ജീവിക്കുന്ന സഹജീവിയോടുള്ള കരുതലും ബഹുമാനവുമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. ആ കരുതലിനെയും ബഹുമാനത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ കീഴ്ത്തട്ടിൽ ഉറപ്പിച്ച് നിർത്തുന്നത് വഴിയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പറ്റുക. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യത്തെ നിങ്ങൾക്ക് 3 വാക്കുകളായിട്ട് നിർവചിക്കാം: ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നത്. പക്ഷേ ഇതിൻ്റെ കാതൽ ഫ്രറ്റേണിറ്റിയാണ്. കാരണം എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവാഞ്ച സമൂഹത്തിൻ്റെ സമത്വബോധത്തിനെതിരാവാതെയും സമൂഹത്തിൻ്റെ ആകമാനമുള്ള സമത്വവാസന വ്യക്തികളുടെ സ്വാതന്ത്ര്യബോധത്തിനെതിരാവാതെയും നിലനിൽക്കണമെങ്കിൽ, അവയ്ക്കിടയിലുള്ള ഫ്രിക്ഷൻ ഒഴിവാകണമെങ്കിൽ മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായൊരു സാഹോദര്യ ഭാവന രൂപപ്പെടണം. ഈ സാഹോദര്യ ഭാവന എത്രമേൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ, വളർത്തിയെടുക്കാൻ കഴിയുമോ, അത്രത്തോളമാണ് ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയ്ക്ക് നാം കൂടുതൽ ജനാധിപത്യത്തിലേക്ക് നീങ്ങുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കാതൽ വ്യക്തി സ്വാതന്ത്ര്യമോ സാമൂഹിക സമത്വമോ പോലുമല്ലെന്നും അവർക്കിടയിൽ, മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന സാഹോദര്യബോധമാണ് എന്നും അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹോദര്യ ഭാവന കൾട്ടിവേറ്റ് ചെയ്യണം. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ സാഹോദര്യ ഭാവന സാധ്യമല്ല. കാരണം മനുഷ്യർ ജന്മനാ തുല്യരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സഹസ്രാബ്ദങ്ങളുടെ ജീവിതക്രമമായി ജാതി നമ്മുടെ മുമ്പിലുണ്ട്. മതപരമായ വിദ്വേഷങ്ങളുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം ഉറച്ചു നിൽക്കാവുന്ന ഒരു മണ്ണല്ല ഇത്. ഇതൊരു കുഴഞ്ഞ മണ്ണാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സാന്ദർഭികമായി പറയുന്നുണ്ട് കേട്ടോ, ഒരുപക്ഷെ നമ്മുടെ കാലത്തെ മുന്നിൽ കണ്ട് പറയുന്നുണ്ട്, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ് ഈ ജനാധിപത്യം എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ കാര്യം മൂപ്പർ ഓർത്തിട്ടുണ്ടാവില്ല, പക്ഷേ അത് പിൽക്കാലത്ത് ക്രമമായി വന്നു. ജനാധിപത്യം വേരുപിടിക്കാൻ പ്രയാസമാണ് ഇവിടെ. അത് ബോധപൂർവം കൾട്ടിവേറ്റ് ചെയ്യണം. കാരണം ഈ സാഹോദര്യ ഭാവന നിൽക്കണം. എനിക്ക് തുല്യമായ ജീവിതാവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ടെന്ന് ഞാൻ കരുതുകയും അവരുടെ ജീവിതാവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ നിലക്കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് സാഹോദര്യം എന്നത്. അതൊരു പൊളിറ്റിക്കൽ പൊസിഷനാണ്. അതല്ലാതെ നമ്മുടെ അസംബ്ലിയിൽ വായിക്കുന്ന പ്രതിജ്ഞയിൽ വരുന്ന നിരർത്ഥകമായൊരു വാക്കല്ല. അതൊരു പൊളിറ്റിക്കൽ പൊസിഷനാണ്. സോദരത്വേന വാഴുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആധുനികമായ ജനാധിപത്യത്തെ നമ്മുടെ ജീവിത മൂല്യമാക്കി മാറ്റുക എന്നതാണ്. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ഘട്ടത്തിലും ഈ സാഹോദര്യ ഭാവന ഇന്ത്യയിലില്ല. ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയുടെ നടുവിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടിൻ്റെ നമ്മുടെ പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ ചരിത്രം നിർഭാഗ്യവശാൽ ഈ സാഹോദര്യ ഭാവന വർദ്ധിച്ചു വരുന്നതിൻ്റെയല്ല, മറിച്ച് അത് ശിഥിലമാകുന്നതിൻ്റെ നാനാതരം ചിത്രങ്ങളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോഴാകട്ടെ, കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ ഡാറ്റാ കാർഡിൽ ഒരു കണക്ക് വന്നിരുന്നു. ലോകത്തെ 198 രാജ്യങ്ങളിൽ വെറുപ്പ് കൊണ്ടുള്ള അന്യോന്യമുള്ള വിദ്വേഷവും പകയും നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ 198-ൽ 1-ാം സ്ഥാനത്തായി ഇന്ത്യ എന്നതാണ്.
ഇന്ന് ഇന്ത്യ വലിയ തോതിൽ മറ്റ് മേനിനടിക്കലുകളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്ക് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുന്നു എന്നും 2030 അതിൽ ജർമ്മനിയെയും ജപ്പാനെയും പിന്തള്ളി ചൈനയ്ക്കും അമേരിക്കയ്ക്കുമൊപ്പം 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും വാഴ്ത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ തമ്പേറുകൾ മുഴങ്ങുന്നുണ്ട്. ആ തമ്പേറുകൾ മുഴങ്ങുന്ന സമയത്ത് തന്നെ 140 കോടി മനുഷ്യരിൽ എത്ര പേര് ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു എന്നാലോചിക്കുന്ന സമയത്ത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ആഗോള പട്ടിണി സൂചികയിൽ എത്രയോ പിന്നിലേക്ക് 110ലേക്കും 111ലേക്കും 120ലേക്കും ഒക്കെ പടിപടിയായി പിന്തള്ളപ്പെടുന്നു. ഒരു ഭാഗത്ത് സമ്പത്ത് ഭീമാകാരമായി പെരുകുന്നു, മറുഭാഗത്ത് ദാരിദ്ര്യം അത്ര തന്നെ ഭീമാകാരമായി പെരുകുന്നു. ഒരു ഭാഗത്ത് രാഷ്ട്രം ശക്തി ആർജിക്കുന്നതായി പറയുന്നു, മറുഭാഗത്ത് രാഷ്ട്രത്തിനകത്ത് ഒരു മതവിഭാഗത്തിൽ പെടുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളെ കൊല ചെയ്യാം എന്നത് ഒരു സ്വാഭാവിക കാര്യമായി തീർന്നിരിക്കുന്നു. മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ട ദിവസം പിറ്റേ ദിവസങ്ങളിൽ ഇന്ത്യയിൽ മുഴുവൻ ആളുകൾക്ക് ക്ഷോഭമുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ പശുവിറച്ചി സൂക്ഷിച്ചു എന്നാരോപിച്ച് ഒരാളെ തല്ലിക്കൊല്ലുന്നതിനെ കുറിച്ചുള്ള വലിയ ക്ഷോഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും കൊല നടക്കുന്നുണ്ട്. നാം അറിയുന്നു പോലുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അരികിലൂടെ ഇത്തരം കൊലകൾ അരങ്ങേറുകയും അത് നമ്മുടെ ജീവിതത്തിലെ ഒരു നോർമൽസി, ഒരു സ്വാഭാവിക കാര്യമെന്ന നിലയിലേക്ക് പരിണമിക്കുകയും ചെയ്യുന്നു. പെരുകേണ്ട സ്വാതന്ത്ര്യത്തിന് പകരം ഇന്ത്യയിൽ എന്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പക പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുത്തരം പറയേണ്ടി വരും. വിദ്വേഷത്തെ, വിനാശത്തെ, അന്യോന്യമുള്ള വെറുപ്പിനെ ആകാവുന്നത്ര വികസിപ്പിച്ചെടുക്കുന്ന എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക സാമൂഹിക യുക്തികളെ അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിലേക്കുള്ള അധിനിവേശത്തിൻ്റെ ചരിത്രം 12ാം നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താനേറ്റ് മുതൽ ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. 47 ഓഗസ്റ്റ് 15-നല്ല കട്ട് ഓഫ് ഡേറ്റ് വെക്കേണ്ടത്, അത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലമായിരിക്കണം എന്ന് കോടതിയിൽ അമെൻമെൻറ്റ് കേസിന് വന്നിട്ടുണ്ട്. ആ കേസ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ 12ാം നൂറ്റാണ്ടാണ് അധിനിവേശത്തിൻ്റെ ആരംഭം എന്ന് ഏതെങ്കിലും കോടതി വിധിച്ചുകൂടായികയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കോടതികളുടെ ഇപ്പോഴത്തെ ഒരു യുക്തി വെച്ച് അങ്ങനെയൊക്കെ പോകാം. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഈ 12ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ അധിനിവേശ കാലമെന്ന് ഹൈന്ദവ വർഗീയവാദികൾ വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന 6-7 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളും വികസിച്ചു വന്നത്. നമ്മുടെ കലകൾ, അത് ഹിന്ദുസ്ഥാനി സംഗീതമാകട്ടെ, കർണാടക സംഗീതമാകട്ടെ, ഭരതനാട്യം പോലെയോ കഥക്ക് പോലെയോ മണിപ്പുരി പോലെയുള്ള നൃത്തരൂപങ്ങളാകട്ടെ, നമ്മുടെ മുഗൾ ആർക്കിടെക്ചറാകട്ടെ, നമ്മുടെ മിനിയേച്ചറാകട്ടെ, നമ്മുടെ ഭക്തി കവിതാ പാരമ്പര്യങ്ങളാകട്ടെ, തത്വചിന്തയിലെ വലിയ സഞ്ചാരങ്ങളാകട്ടെ, ഇതൊക്കെ വികസിച്ചത് ഈ 5-6 നൂറ്റാണ്ടുകൾക്കിടയിലാണ്. ഇതെല്ലാം അധിനിവേശമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഭ്രാന്തമായൊരു വിചാര രീതി നമ്മുടെ ജീവിത പരിസരത്ത് പടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം റിപ്പബ്ലിക്കിൻ്റെ 75ാം വാർഷികത്തിലെത്തുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കും ജനാധിപത്യത്തിലേക്കും സമഭാവനയിലേക്കും ജനാധിപത്യത്തിൻ്റെ സാമൂഹിക നീതി സങ്കല്പത്തിലേക്കും എത്തിച്ചേരാനുള്ള ഒരു വലിയ സന്ദർഭം വാസ്തവത്തിൽ നമ്മുടെ 75 വർഷത്തെ ഭരണകൂട ജീവിതം നമുക്ക് നൽകിയോ എന്നത് ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടന, അംബേദ്കർ ഒരു കാര്യം ആ ചർച്ചയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായി എന്നതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്നോ ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് നിങ്ങളത് കൈകാര്യം ചെയ്യുന്നതിൽ വച്ചു പുലർത്തുന്ന അവധാനതയാണ് വാസ്തവത്തിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഉറപ്പ്. അങ്ങനെ ഒരു ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം നമുക്ക്, അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്ന മൂല്യങ്ങൾ, സ്വാതന്ത്ര്യമെന്ന സങ്കല്പം, നീതി എന്ന സങ്കല്പം, ജനാധിപത്യം എന്ന സങ്കല്പം, സാഹോദര്യമെന്ന സങ്കല്പം. ഒരുപക്ഷെ 1949 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു അവതരിപ്പിക്കുന്ന സമയത്ത് അതിലില്ലാതിരുന്നതും പാസ്സാക്കപ്പെട്ട നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർക്കപ്പെട്ടതുമായ ഒരു വാക്യം ഫ്രറ്റേണിറ്റിയെ സംബന്ധിച്ചതാണ്. ഫ്രറ്റേണിറ്റി അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന ആശയം. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പ്രദാനം ചെയ്യുന്ന ഒരു അടിസ്ഥാന മൂല്യം എന്ന നിലയിലാണ് സാഹോദര്യം എന്ന ആശയത്തെ അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾച്ചേർക്കപ്പെട്ടത്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ഒരു ഭരണഘടനാ തത്വം എന്ന നിലയിൽ
ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വില മതിക്കപ്പെട്ട ഒന്ന് ഈ സാഹോദര്യ സങ്കല്പമാണ്. അതൊരു അലങ്കാരവാക്യത്തിനപ്പുറം, അതിന് ഒരു ആലങ്കാരിക പദപ്രയോഗം എന്നതിനപ്പുറം, പരിഹാസപൂർണമായ ഒന്ന് എന്നതിനപ്പുറം രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കമുള്ള മൗലികമായ ഒരു ആശയമായി സാഹോദര്യമെന്ന ആശയം നമ്മുടെ രാഷ്ട്രീയ ഭാവനയിൽ വേരുപിടിച്ചതേയില്ല. നാരായണഗുരു സോദരത്വേന എന്ന് പറഞ്ഞപ്പോഴും ബ്രദർഹുഡ് എന്നുള്ള ആശയം പോലും പോരെന്നും ഫ്രറ്റേണിറ്റി എന്ന ആശയം പോലും പോരെന്നും അംബേദ്കർ ഒരിക്കൽ പറയുന്നുണ്ട്. കാരണം ബ്രദർഹുഡ് എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു പുരുഷയുക്തിയാണ്. സാഹോദര്യം എന്നതാകട്ടെ മാനുഷികം മാത്രമാണ്. മൈത്രി എന്ന വിപുലമായ പ്രാപഞ്ചിക ബോധമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പിൽക്കാലത്ത് അതേക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പടിപടിയായി വികസിച്ചു വരേണ്ട ബ്രദർഹുഡിൽ നിന്ന് സാഹോദര്യത്തിലേക്കും സാഹോദര്യത്തിൽ നിന്ന് പ്രാപഞ്ചികമായ മൈത്രീഭാവത്തിലേക്കും വികസിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ നൈതിക ബോധമായി ഭരണഘടനാ ധാർമ്മികത നമ്മിൽ വേരുപിടിക്കുന്നതിന് പകരം തൊട്ടയൽപക്കത്തുള്ളവർ തന്നെ വ്യത്യസ്ത മതക്കാരാണെങ്കിൽ ശത്രുക്കളാണ് എന്ന് കരുതാവുന്ന മട്ടിലുള്ള പകയുടെയും വിദ്വേഷത്തിൻ്റെയും വ്യാപന മുഹൂർത്തത്തിൽ നാം 75 കൊല്ലം മുമ്പുള്ള ആ വലിയ നിമിഷങ്ങളെ ഓർക്കുന്നു. ആ വലിയ നിമിഷങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥമായൊരു പാരമ്പര്യത്തെ, വി ദ പീപ്പിൾ എന്ന് പറയുന്ന ഈ രാഷ്ട്രം ദൈവത്തിൻ്റെയല്ല, രാജാക്കന്മാരുടെയല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെയല്ല, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിപുലമായ ഒരു ജനസഞ്ചയത്തിൻ്റെ ആധാരത്തിലാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമായി മനുഷ്യർക്കിടയിലുള്ള സഹജമായ സ്നേഹ സാഹോദര്യങ്ങളെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു പ്രതിജ്ഞയായി, സ്നേഹത്തെ ഒരു രാഷ്ട്രീയ ശക്തിയായി, സാഹോദര്യ ഭാവനയെ ഫാഷിസത്തിനെതിരായ ഒരു സമരോത്സുകമായ ഊർജമാക്കി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നതാണ് ഞാൻ ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രേരണാശക്തിയായി കാണുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നമുക്കിടയിലുള്ള ചെറിയ ചെറിയ ഭിന്നതകളല്ല, അതിനെല്ലാം അപ്പുറം ഉയർന്നു വരാവുന്ന വിപുലമായ സാഹോദര്യ ബോധത്തെയാണ് നാം ആധാര തത്വമാക്കേണ്ടത്. അങ്ങനെ സാഹോദര്യ ഭാവനയെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മട്ടിലുള്ള ഒരു ഊർജം ഈ 75ാം വാർഷികത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നൽകണം എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. പ്രിയരെ, ഇവിടെ സുനിൽ മാഷ് വളരെ വിശദമായി തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75 വർഷത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ഈ റിപ്പബ്ലിക്കിൻ്റെ 75ാം വാർഷികത്തിൽ സംവദിക്കേണ്ടത്, എന്താണ് നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്? മഹാകുംഭമേളയിൽ മാല വിൽക്കുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം, സ്കൂൾ എവിടെയാണെന്ന് അറിയില്ല എന്നത് ഈ റിപ്പബ്ലിക്കിൻ്റെ 75ാം വാർഷികത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചർച്ച ചെയ്യപ്പെടണം എന്നത് പ്രധാനമാണ്. മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ലോക പട്ടിണി പട്ടികയിൽ നമ്മളെക്കാൾ പിന്നിൽ മറ്റാരുമില്ലാത്ത നിലയിൽ കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോക സമ്പന്നരുടെ പട്ടികയിലും നമ്മൾ ഏറ്റവും മുന്നിൽ, അവിടെ നമ്മൾ എന്ന് പ്രയോഗിക്കാമോ എന്നറിയില്ല, അവിടെ ഇന്ത്യക്കാർ 1, 2, 3 സ്ഥാനത്തിനെല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, നമ്മുടെ പൊതുവായ സാമൂഹ്യ അന്തരീക്ഷം, ഈ കാര്യത്തിലെല്ലാം ഈ 75 വർഷത്തിൽ നാം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം, ഭരണഘടനാ മൂല്യത്തിൻ്റെ വികാസത്തോടൊപ്പം അതെല്ലാവർക്കും ലഭിക്കുന്ന സാഹചര്യത്തോടൊപ്പം സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഇടപെടൽ കൂടിയാണ് അടുത്ത ഒരു 15 മിനിറ്റ് നേരം ആഗ്രഹിക്കുന്നത്. 3 മണിക്ക് ഈ സെഷൻ അവസാനിക്കണം. അടുത്ത 15 മിനിറ്റ് നിങ്ങൾക്ക് ഈ സംവാദത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് പങ്കുചേരാനുള്ള അവസരമാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം മാഷേ, എൻ്റെ പേര് പർവീൻ ആസാദ് എന്നാണ്. ഞാനൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്.
ഇക്കഴിഞ്ഞ 2024 പാസ് ഔട്ടായത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലായിരുന്നു. അവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ഒരു അമ്പലം എന്നുള്ളത് കേരളത്തിൽ നമ്മൾ ഒരിക്കലും അനുവദിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ അത് കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ ഇത് സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് SFICUH നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐഷി ഘോഷ് VP സാനോടൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പം നമ്മളവിടെ റിപ്പബ്ലിക് ഡേക്ക് കണ്ടക്ട് ചെയ്തത് പ്രിയാമ്പിൾ റീഡിങ്ങും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. അതേ സമയത്ത് പതാക ഉയർത്തിയിട്ട് അപ്പുറം പോയി 4 മണിക്കൂറോളം അപ്പുറം ഈ അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്റ്റലിൻ്റെ അടുത്ത് തൊട്ട് ബാക്കിൽ തന്നെയാണ് അമ്പലം. അപ്പം ഈ ഒരു സാഹചര്യം, ഇന്ത്യയുടെ ഈ ഒരു സാഹചര്യത്തിലും കൂടി നമ്മൾ നിലകൊള്ളുന്നുണ്ട്. അപ്പം മാഷിന് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ഇക്കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാകും? ഇത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ദേശീയ ബോധത്തിലേക്ക്, പ്രത്യേകിച്ചും ദേശീയതാ സങ്കല്പത്തിലേക്ക് മതം കൂട്ടിയിണക്കപ്പെട്ടത് വളരെ പൊടുന്നനെയല്ല. അതിന് ദീർഘകാലത്തെ ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ ദേശീയതാ സങ്കല്പം വേരുപിടിക്കുന്ന കാലം മുതൽ തന്നെ മതവുമായി അത് പലതരത്തിൽ കെട്ടുപിണയുന്നുണ്ട്. ആ കെട്ടുപിണച്ചിലുകൾക്ക് ചില ഘട്ടങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എങ്കിലും എപ്പോഴെങ്കിലും അത് പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല എന്നാണ് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുക. ഇന്നാകട്ടെ ദേശീയത എന്ന ആശയത്തെയും രാഷ്ട്രസ്വരൂപത്തെയും ആകമാനം മതവുമായി ബന്ധിപ്പിച്ച് മതത്തിൻ്റെ ഒരു ഔട്ടർ പ്രൊജക്ഷനാണ് രാഷ്ട്രം എന്ന് കരുതുന്ന നിലയിലേക്ക് അത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായ ശ്രമങ്ങൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഫലപ്രാപ്തിയിലെത്താവുന്നതോ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. വാസ്തവത്തിൽ ഇന്ത്യയിലെ ഫാഷിസത്തിൻ്റെ, ഹിന്ദുത്വ വർഗീയതയുടെ വേരുകൾ തന്നെ ദേശീയതയും മതവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില സന്നിഗ്ധതകളിലാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും വർഗീയത പരാജയപ്പെടാത്തത്. കാരണം തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു വർഗീയ കക്ഷിയെ പരാജയപ്പെടുത്തിയാലും വർഗീയതയ്ക്ക് ജന്മം നൽകുന്ന ആധാരബോധം വളരെ ആഴത്തിൽ, പ്രത്യക്ഷത്തിൽ വർഗീയ വിരുദ്ധരാണെന്ന് സ്വയം കരുതുന്നവർക്കിടയിൽ പോലും വേരുപിടിക്കാവുന്നതാണ്. ഇത് ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സുദീർഘമായ വിദ്യാഭ്യാസം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നു. നിർഭാഗ്യവശാൽ പറ്റിയില്ല എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസം കൊണ്ട് കുറെ കൂടി വിഭജനം കൂടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മുടെ ഒന്നാന്തരം വർഗീയവാദികൾ നമ്മുടെ ഒന്നാന്തരം പണ്ഡിതന്മാർ തന്നെയാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മധ്യവർഗക്കാരായ വലിയ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ ആളുകളാണ് വർഗീയതയുടെ കൊടും വിഷവുമായിട്ട് മാന്യന്മാരായിട്ട് തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് തന്നെ അവരാണ്. അപ്പം അവരുണ്ടാക്കുന്ന, അതുകൊണ്ട് ഇത് കീഴ്ത്തട്ടിലെ, ഞാൻ പറയുന്നത് കീഴ്ത്തട്ടിലെ സാധാരണ മനുഷ്യരുടെ സഹജമായ സാഹോദര്യ ബോധത്തിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒരു അടിസ്ഥാന യുക്തിയെ ഒരു ഭാഗത്ത് വികസിപ്പിക്കേണ്ടതുണ്ട്, മറുഭാഗത്ത് ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ പ്ലൂരാലിറ്റിയെ നമ്മൾ പറഞ്ഞുറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ ആധുനികമായ മൂല്യങ്ങളെ സ്വാംശീകരിക്കുക എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ മതനിരപേക്ഷതയെ ഒരു അടിസ്ഥാന മൂല്യമായി പൊതുബോധത്തിൽ ഉറപ്പിച്ചെടുക്കുന്നതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രതിബദ്ധത കാണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല തലങ്ങളിൽ നടക്കുന്ന പരിശ്രമങ്ങളുടെ ഒരു അനന്തരഫലം എന്ന നിലയ്ക്ക് നമുക്കിതിനെ ഭേദിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രയാസകരമാണ്, പക്ഷേ പ്രയാസകരമാണ് എന്നതുകൊണ്ട് കൈവിട്ട് കളയാവുന്നതല്ല. പ്രയാസകരമായ കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റൂ. വളരെ അറിവ് പകർന്ന വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണം. അഭിനന്ദനങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ 2 പതിറ്റാണ്ടുകൾ, അതായത് മഹാത്മാഗാന്ധിയുടെ ആഗമനം 1815
1915 പിന്നെ അദ്ദേഹം ഇവിടെ വരികയും ഈ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തി തുടങ്ങുകയും ചെയ്തത് ഏകദേശം 20 കൂടിയാണ്. അപ്പോൾ അതോടുകൂടി ഇവിടുത്തെ ഉണ്ടായിരുന്നുള്ള അതിനു മുമ്പുണ്ടായിരുന്ന ദേശീയ ബോധം സാറ് പറഞ്ഞ പോലെ മതമൂല്യങ്ങളിലൊക്കെ അധിഷ്ഠിതമായ വീക്ഷണങ്ങളിലൊക്കെ അധിഷ്ഠിതമായിരുന്നു. ഗാന്ധിജിയും അതുപോലെ തന്നെ ജനാധിപത്യവാദികളും അത് ഇല്ലാതാക്കാൻ സാധിക്കുകയും അറ്റ്ലീസ്റ്റ് നമുക്ക് 1950 ഈ ഉദാത്തമായ ഒരു ഭരണഘടന എഴുതി പിടിക്കാനും അംഗീകരിക്കാനും സാധിച്ചു. പക്ഷേ പിന്നീടുള്ള കാലഘട്ടത്തിൽ ആ മതാധിഷ്ഠിത മൂല്യങ്ങളുടെ ആ വിത്ത്, അതിൻ്റെ ഇലകൾ പൊഴിക്കാൻ മഹാത്മാഗാന്ധിക്കും മറ്റും സാധിച്ചു എങ്കിലും ആ വിത്ത് മണ്ണിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വളരാൻ ഇപ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങൾ, അവർക്ക് വളം എവിടുന്നാണ്, അത് പ്രതിരോധിക്കാനുള്ള സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ചോദ്യമാണ്, മുഴുവൻ വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. ഞാൻ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഗാന്ധി 1915 ഇന്ത്യയിലെത്തി, 20 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലെത്തി. പിന്നീട് ഒരു 4 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മതനിരപേക്ഷതയുടെ വലിയൊരു മൂല്യത്തെ സ്വാംശീകരിക്കാൻ ശ്രമിച്ചു എന്നത് ശരിയാണെങ്കിലും ആ കാലത്ത് വർഗീയത പൂർണ്ണമായി പിൻവാങ്ങിപ്പോയി എന്നൊന്നും നമ്മൾ കരുതിക്കൂടാ. ആ ഘട്ടത്തിലും ഇതുണ്ട്. ഗാന്ധിയിൽ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഗാന്ധി 1920 പറയുന്ന ഒരു കാര്യം, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്നൊരു പൊസിഷൻ ഗാന്ധി എടുക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധി അത് തിരുത്തുന്നുണ്ട്. 40കളുടെ അവസാന പകുതിയാകുമ്പോഴേക്ക് അദ്ദേഹം ഒരു രാജ്യത്തിന് ആകമാനം ഒരൊറ്റ മതത്തിൽ പെട്ടതാണെങ്കിലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ പ്രശ്നം, ഗാന്ധി കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരിക്കെ തന്നെ പണ്ഡിറ്റ് മദനമോഹന മാളവി അതിനകത്തുണ്ട്, പുരുഷോത്തം ദാസ് ടണ്ടനുണ്ട്, അങ്ങനെ എത്രയോ പേരുണ്ട്. ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് എപ്പോഴെങ്കിലും പൊയ്പോയി എന്ന് പറഞ്ഞുകൂടാ. ഗാന്ധിക്കും നെഹ്റുവിനുമൊക്കെ ആസാദിനുമൊക്കെ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഡോമിനൻ്റ് ഫോഴ്സായി അത് മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വേര് കിടക്കുന്നത് വാസ്തവത്തിൽ സംസ്കാരത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലാണ്. അതിൽ വലിയ തിരുത്തലുകൾ വരുത്താൻ വാസ്തവത്തിൽ ഗാന്ധിക്കും കഴിഞ്ഞില്ല. കുറേയെങ്കിലും ആ ശ്രമം ഏറ്റെടുത്ത് നടത്തി. അതിനുവേണ്ടി ഒരു പുസ്തകം തന്നെ എഴുതിയത് നെഹ്റുവാണ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ. പക്ഷേ നെഹ്റു അടക്കം മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സെക്യുലർ ഹിസ്റ്ററിയെ ഇന്ത്യൻ ഭൂതകാല ബോധത്തിൽ നമുക്ക് സ്ഥാപിക്കാനും കഴിഞ്ഞില്ല. നമ്മുടെ മുഖ്യധാരാ ചരിത്രം ഏറിയ പങ്കും മതാത്മകമായൊരു ഭൂതകാല യുക്തിയെയാണ് പിന്തുടർന്നത്. വാസ്തവത്തിൽ 1945 വിഭജനം ആസന്നമായതോടെ ഇന്ത്യയിൽ പടർന്നു പിടിച്ച വർഗീയമായ വിദ്വേഷത്തെ, ആ വിദ്വേഷത്തെ 4 നൂറ്റാണ്ട് കാലമെങ്കിലും പുറകോട്ടാക്കിയത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. 48 ജനുവരി 30 ഗാന്ധി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉയർന്നു വന്ന വൈകാരികമായ ഒരു ഊർജമാണ് ഹിന്ദുത്വ ശക്തികളുടെ പിടിയിൽ നിന്ന് ഈ രാജ്യത്തെ പിന്നെ ഒരു 4 നൂറ്റാണ്ടെങ്കിലും പിന്നീടൊരു 4 നൂറ്റാണ്ട് കാലം, ഏതാണ്ട് 40കളുടെ അവസാനം 48 മുതൽ 970 വരെയുള്ള ഒരു 2-2.5 പതിറ്റാണ്ട് കാലം ഇന്ത്യയുടെ മതനിരപേക്ഷമായൊരു അടിസ്ഥാനത്തെ ഉറപ്പിക്കുന്നതിൽ ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് വലിയ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 50കളിൽ തന്നെ ഒരു മതരാഷ്ട്രത്തിലേക്ക് വഴുതി വീഴാൻ പോകുന്ന എല്ലാ ഘടകങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഗാന്ധി വിഭജന സമയത്ത് ഡൽഹിയിൽ ഗാന്ധി തിരിച്ചെത്തുന്നത് 47 സെപ്റ്റംബർ 9-നാണ്. ഗാന്ധി കാണുന്നത് കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരെയാണ്. ഇപ്പം ഗാന്ധി നെഹ്റുവിനോട് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പട്ടാളത്തോട് ഇടപെടാൻ ആവശ്യപ്പെടണം. അപ്പം നെഹ്റു പറയുന്ന ഒരു കാര്യം, അവരും വർഗീയമായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ വിഭജനത്തിൻ്റെ ഈ തീവ്രതയിൽ നിന്ന്, വർഗീയതയിൽ നിന്ന് വൈകാരികമായൊരു മടക്കം ഇന്ത്യയിൽ സാധ്യമാക്കിയത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. പക്ഷേ ആ രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ ഊർജത്തെ പിറകോട്ടടിക്കാനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വീണ്ടും സാമൂഹ്യമായ സ്വീകാര്യത രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും കാരണമായ ഒരു പ്രധാന സംഗതി 75-ലെ അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ് RSSന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയ ഒരു ഘടകം. JP യുടെ മൂവ്മെൻറ്റിൻ്റെ മറപറ്റി നിന്ന്
സ്വേച്ഛാധികാരത്തിനെതിരായ സമരത്തിൻ്റെ നേതൃബിംബം എന്ന പരിവേഷം ആർജിക്കാനായിട്ട് വാസ്തവത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അതുവഴി കഴിഞ്ഞു. പിന്നെ 86 ബാബറി മസ്ജിദ് എന്താ പറയുക, അടച്ചിട്ട പള്ളി തുറന്നു കൊടുത്തു. അടച്ചിട്ടതേ തെറ്റായിരുന്നു കേട്ടോ. 949 ഫെബ്രുവരിയിലാണ് ബാബറി മസ്ജിദിൽ രാമൻ്റെ വിഗ്രഹം സ്വയംഭൂവായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വരുന്നത്. അന്ന് യു പിയിലെ മുഖ്യമന്ത്രി JB പന്താണ്. അദ്ദേഹം നെഹ്റുവിനെ എഴുതി അറിയിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വിഗ്രഹം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പം നെഹ്റു പറഞ്ഞു, അതെടുത്ത് സരയൂൽ ഒതുക്കി കളയണം, വച്ചേക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഫൈസാബാദ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് ആചാര്യ പടുവർത്തൻ അച്യുത് പടുവർത്തൻ രാജിവെച്ചതിനെ ചൊല്ലിയുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളത് കൊണ്ട് തൽക്കാലം അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം ക്ഷേത്രം അടച്ചിട്ടു. ആ അടച്ചിട്ടതാണ് പിന്നെ 86 തുറന്നു കൊടുത്തു. പൂജയ്ക്ക് അനുവാദം നൽകി, ശിലാന്യാസത്തിന് അനുവാദം നൽകി. അത് 92 പൊളിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ പടിപടിയായി ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ ആരോഹണത്തിന് അത് കാരണമായി തീരുകയും ചെയ്തു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ കരുതുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ദേശീയത എന്ന ആശയം ഇന്ത്യയിൽ രൂപപ്പെട്ട ഘട്ടം മുതൽക്കേ ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് പിൻവാങ്ങാത്ത ഒരു ഘടകമായി മതരാഷ്ട്രമെന്ന സങ്കല്പമുണ്ട്. പക്ഷെ അതിനെ ചെറുക്കാൻ ചെറിയൊരു കാലയളവ്, ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലം, 1920 മുതൽ 70 വരെയുള്ള ഒരു അരനൂറ്റാണ്ട് കാലം താരതമ്യേന നമുക്ക് കഴിഞ്ഞു. അത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ദേശീയ ഭരണകൂടത്തിൻ്റെ ഒക്കെ തന്നെ ജാഗ്രത കുറവ് കൊണ്ടുകൂടി, അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് കൂടിയാണ് അത് വളർന്നു വന്നത്. ഇന്നാകട്ടെ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുക എന്നതിന് പകരം വർഗീയതയുമായുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധങ്ങളിലൂടെ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുമോ എന്ന യുക്തി കൂടുതൽ പ്രാധാന്യം നേടുന്നുണ്ട്. അത് വിജയിക്കില്ല. ഞാനൊരു പോയിന്റ് കൂടി ഇവിടെ പറയാം. ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ ഇർഫാൻ ഹബീബ് എഴുതുന്ന ആ ലേഖനത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന കാര്യം? അദ്ദേഹം പറയും, നിർണായക നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല. അടിസ്ഥാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല നിർണായക സന്ദർഭത്തിൽ. അത് ഗാന്ധിയുടെ വലിയ പാഠങ്ങളിൽ ഒന്നാണ് എന്ന് ഇർഫാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭരണകൂടങ്ങൾ പല വിട്ടുവീഴ്ചകളും പലപ്പോഴായി ചെയ്തു. അതിൻ്റെ അനന്തരഫലം കൂടിയാണിത്. അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയല്ല. നമുക്ക് സമയബന്ധിതമായി നമ്മുടെ സെഷനുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് തന്നെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ത്യ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 25ാം നിശ്ചയമായിട്ടും അത് തീർത്തും തെറ്റായ പ്രസ്താവനയാണ്. നടപടി ഉണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള പല പ്രസ്താവനകളും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ട്. അത് PC ജോർജ് മാത്രമാണെന്നൊന്നും കരുതണ്ട. നിങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മുടെ പൊതുമണ്ഡലത്തിലും നോക്കിയാൽ വിദ്വേഷവും വിഭജനവും പകയും പെരുപ്പിക്കുന്ന നൂറുകണക്കായ പ്രസ്താവനകളുടെ ഒരു വൻ ശേഖരമുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു പ്രൊജക്ഷനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കണ്ടാൽ മതി. ഒരു നിലയ്ക്കും വിട്ടുവീഴ്ചയില്ലാതെ നാം എതിർത്ത് തോൽപ്പിക്കേണ്ട ആശയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും അക്കാര്യത്തിലില്ല. നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ 75ാം വാർഷികത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മളെന്ന ആശയത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. നിങ്ങളുടെ